ഒരു മനുഷ്യനെ ഏറ്റവും ഭയപ്പെടുത്തുന്ന അവസ്ഥ ഏതാണെന്നറിയാമോ? അത് ജീവിതത്തിൻ്റെ നിരർത്ഥകതയാണ്. ജീവിതം എന്തിനാണെന്നറിയാത്ത അവസ്ഥ. ഈ ഭൂമിയിൽ എന്തിന് ജനിച്ചു? തൻ്റെ ജീവിതം കൊണ്ട് എന്താണ് കാണിക്കേണ്ടത്? ശരിക്കും ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണ്? ഇങ്ങനെ വേട്ടയാടുന്ന നിരവധി ചോദ്യങ്ങൾ ഒരു ഘട്ടത്തിൽ ഏതൊരു മനുഷ്യനും നേരിടും. പലരും പല വിധേനയും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കും. മതം, ആത്മീയത, ഫിലോസഫി തുടങ്ങിയ നിരവധി ഘടകങ്ങളുമായി സംവദിച്ച് ജീവിതത്തിന് ഒരു അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കും. പക്ഷേ ചിലർ വീണ്ടും വൈ എന്ന ചോദ്യം തുടർന്നുകൊണ്ടിരിക്കും. അവർ അവസാനം എത്തിച്ചേരുന്നത് ഈ ജീവിതത്തിന് ഒരു അർത്ഥവും പർപ്പസും ഇല്ല എന്ന ഉത്തരത്തിലാകും. ഈ ചിന്താധാരയാണ് നിഹിലിസം. നിഹിലിസത്തിന്റെ വ്യാഖ്യാനമാണ് ഭ്രമയുഗം എന്ന രാഹുൽ സദാശിവൻ സിനിമ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഭ്രമയുഗം എന്ന സിനിമയെക്കുറിച്ചാണ്. വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് തിയറികളെയും കാര്യങ്ങളെയും കുറിച്ച് സംസാരിക്കുന്ന സിനിമയാണ് ഭ്രമയുഗം. കേവലം ഒരു ഹൊറർ സിനിമയല്ല ഇത്. നിഹിലിസം, വിൽ ടു പവർ, അധികാരം, ജാതി, അടിച്ചമർത്തൽ തുടങ്ങി നിരവധി കാര്യങ്ങളെക്കുറിച്ച് സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. സമയമെടുത്ത് റിസർച്ച് ചെയ്ത് തയ്യാറാക്കിയ വീഡിയോ ആണ്. വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ സംതിങ് നിങ്ങൾക്ക് തരുന്നുണ്ടെന്ന് തോന്നുന്നുവെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്തുകൊണ്ട് എന്ന ചോദ്യം പലപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കുന്നവരാകും നമ്മൾ. എന്തുകൊണ്ട് ഈ വീഡിയോ കാണുന്നു? എന്തുകൊണ്ട് പഠിക്കുന്നു? എന്തുകൊണ്ട് ജോലിക്ക് പോകുന്നു? എന്തുകൊണ്ട് ഒരാളെ ഇഷ്ടപ്പെടുന്നു? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ. എപ്പോഴെങ്കിലും ഇതിലേതെങ്കിലും ഒരു ചോദ്യത്തിന് കിട്ടിയ ഉത്തരത്തെ വീണ്ടും ചോദ്യം ചെയ്തിട്ടുണ്ടോ? അതിശയിപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം 7 തവണ മാത്രമേ ഉത്തരം നൽകാൻ കഴിയുകയുള്ളൂ. അതിനപ്പുറം വെറും ശൂന്യത മാത്രമായിരിക്കും, നത്തിങ്നെസ്. ഉദാഹരണത്തിന്, എന്തിന് ജോലിക്ക് പോകുന്നു? പണം സമ്പാദിക്കാൻ. എന്തിനാണ് പണം? ഭക്ഷണം, പാർപ്പിടം, മറ്റു ആവശ്യങ്ങൾ നിറവേറ്റാൻ. എന്തിനാണ് ഭക്ഷണവും പാർപ്പിടവും? ജീവിക്കാൻ. എന്തിനാണ് ജീവിക്കുന്നത്? ഇങ്ങനെ ചോദിച്ചു പോയാൽ 7ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഇരുണ്ട നിശബ്ദത മാത്രമായിരിക്കും, അഥവാ നെത്തിങ്നെസ്. ഇതാണ് ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞാൽ നിഹിലിസം. ജീവിതത്തിന് അർത്ഥം നൽകുന്ന ഒരു ഘടകവും നിലനിൽക്കുന്നില്ല എന്നാണ് നിഹിലിസ്റ്റുകൾ വാദിക്കുന്നത്. അതായത് ദൈവം, ധാർമ്മികത, നീതി, ന്യായം തുടങ്ങിയ ഒരു സംവിധാനവും നിലനിൽക്കുന്നില്ല. അതെല്ലാം മനുഷ്യൻ അവന്റെ ഒരു ആശ്വാസത്തിന് കണ്ടെത്തിയ ഐഡിയകളാണെന്നാണ് നിഹിലിസ്റ്റുകൾ വാദിക്കുന്നത്. ഇങ്ങനെയൊരു കാലത്താണ് ഭ്രമയുഗവും നടക്കുന്നത്. കലിയുഗത്തിന്റെ ഏറ്റവും മോശമായ കാലമാണ് ഭ്രമയുഗം. അവിടെ നീതിയോ ന്യായമോ ദൈവമോ ഒന്നുമില്ല. നിലനിൽക്കുന്നത് അധികാരവും അക്രമവും പൈശാചികതയും മാത്രം. ദൈവത്തിന്റെ പലായനത്തോടെയാണ് ഭ്രമയുഗം തുടങ്ങുന്നത് എന്ന് മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്നുണ്ട്. നിഹിലിസത്തിലെ ഏറ്റവും പ്രധാന ആശയമാണ് ഗോഡ് ഈസ് ഡെഡ് എന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് മതം എന്ന ഏജൻസിയിൽ ഉണ്ടായിരുന്ന വിശ്വാസരാഹിത്യത്തെക്കുറിച്ചാണ് നീഷെ ഗോഡ് ഈസ് ഡെഡ് എന്ന് പറയുന്നത്. എന്നിരുന്നാലും ദൈവം പലായനം ചെയ്തിരിക്കുന്നുവെന്ന ചാത്തന്റെ സ്റ്റേറ്റ്മെന്റുമായി ഇതിനെ ചേർത്ത് വായിക്കാവുന്നതാണ്. ജീവിതത്തിൽ ഒരു മനുഷ്യൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങളും അർത്ഥശൂന്യമാണെന്നാണ് നിഹിലിസം പറയുന്നത്. ദുഃഖത്തിൽ നിന്ന് കരകയറാനുള്ള ശ്രമം, അർത്ഥം കണ്ടെത്താനുള്ള ശ്രമം, ജീവിത ചുഴിയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ശ്രമം തുടങ്ങിയ എല്ലാ ശ്രമങ്ങളും അർത്ഥശൂന്യമാണെന്നാണ് നിഹിലിസം വാദിക്കുന്നത്. ഇത് റെപ്രസെന്റ് ചെയ്യുന്നതാണ് കൊടുമൻ പോറ്റിയുടെ മന. വൃത്തിഹീനവും കാടുമൂടിയതും മാറാല കയറിയതുമായ മന. ശ്രമങ്ങളുടെ അർത്ഥശൂന്യതയാണ് ഇത് കാണിക്കുന്നത്. സിനിമയിൽ സിദ്ധാർത്ഥ ഭരതൻ അവതരിപ്പിക്കുന്ന പാചകക്കാരൻ കഥാപാത്രം പാചകം ചെയ്യുന്നത് ശ്രദ്ധിച്ചിരുന്നു. കിട്ടുന്നതെല്ലാം വെട്ടിക്കൂട്ടിയാണ് അയാൾ പാചകം ചെയ്യുന്നത്. പല വലുപ്പത്തിൽ പല പച്ചക്കറികൾ അരിഞ്ഞിരുന്നു. ഒന്നിനും ഒരു അടുക്കും ചിട്ടയുമില്ല. എന്നാൽ ഇതെല്ലാം ആത്മാർത്ഥമായി തന്നെയാണ് അയാൾ ചെയ്യുന്നത്. ചെയ്തിട്ട് എന്ത് കാര്യമെന്ന ചിന്ത തന്നെയാണ് പാചകക്കാരനെ നയിക്കുന്നത്. സിനിമയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോൺ പോലും ഈ നിഹിലിസ്റ്റിക് ഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു പ്രതീക്ഷയും ബാക്കിയില്ലാത്ത ഒരു ഇരുണ്ട ലോകമാണ് ഭ്രമയുഗം. സന്തോഷങ്ങളും നിറങ്ങളും ഇല്ലാതെ ഒരു നിരാശാഭാവമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോൺ നമുക്ക് തരുന്നത്. പൊളിഞ്ഞ ചുമരുകൾ, ചവറുകൾ നിറഞ്ഞ അടുക്കള, നിർത്താതെ പെയ്യുന്ന മഴ, ഇതെല്ലാം സൗന്ദര്യവും പ്രതീക്ഷയും ഇല്ലാത്ത ഒരു ലോകത്തെ സൂചിപ്പിക്കുന്നതാണ്. അർജുൻ അശോകന്റെ തേവൻ എന്ന കഥാപാത്രവും ഇതിന് ഉദാഹരണമാണ്. ചന്തയിൽ അടിമയായി വിൽക്കപ്പെടുമെന്ന് പേടിച്ച് നാടുവിടുന്ന തേവൻ അവസാനം എത്തിപ്പെടുന്നത് കൊടുമൻ പോറ്റിയുടെ മനയിലാണ്. അവിടെ അയാൾ ചാത്തന്റെ അടിമയായി മാറുന്നു. ഇതും ശ്രമങ്ങളുടെ നിരർത്ഥകതയെ സൂചിപ്പിക്കുന്നു. രക്ഷപ്പെടാൻ അയാൾ നടത്തുന്ന ഓരോ ശ്രമവും അർത്ഥശൂന്യമായി പോകുകയാണ്. തേവനെ കൊല്ലാൻ ശ്രമിക്കുന്ന വേളയിൽ ചാത്തൻ പറയുന്നുണ്ട്, നിന്റെ അർത്ഥശൂന്യമായ ജീവിതം അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു എന്ന്. അതായത് മരണമാണ് ഏതൊരു ജീവിതത്തിൻ്റെയും ലക്ഷ്യം. സന്തോഷം, ദുഃഖം, സമ്പന്നത, ദാരിദ്ര്യം, ആരോഗ്യം, അസുഖം തുടങ്ങിയ ജീവിതത്തിൻ്റെ കയറ്റിറക്കങ്ങളിലൊന്നും ഒരു കാര്യവുമില്ലെന്നും
എന്തു തന്നെയായാലും അവസാനം മരണമാണെന്നുമാണ് നിഹിലിസ്റ്റുകൾ വിശ്വസിക്കുന്നത്. ഇതാണ് ചാത്തൻ തേവനോട് പറയുന്നത്. ഇനിയാണ് നിഹിലിസത്തിലെയും ബ്രഹ്മയുഗത്തിലെയും ഏറ്റവും പ്രധാന ആശയം പറയാൻ പോകുന്നത്, വിൽ ടു പവർ, അതായത് അധികാരത്തോടുള്ള ഒരാളുടെ ഇച്ഛ എന്ന് സാമാന്യ മലയാളത്തിൽ പറയാം. നീഷെ തന്നെയാണ് ഈ ആശയവും മുന്നോട്ട് വെക്കുന്നത്. എന്താണ് ഒരു മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന ചോദ്യത്തിൽ നിന്നാണ് നീഷെ വിൽ ടു പവർ എന്ന തിയറിയിലേക്ക് എത്തുന്നത്. അധികാരം മാത്രമാണ് മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നാണ് നീഷെ പറയുന്നത്. അസ്തിത്വപരമായാണ് നീഷെ വിൽ ടു പവർ എന്ന തിയറി മുന്നോട്ട് വെക്കുന്നതെങ്കിലും സാമൂഹികപരമായും ഈ ആശയത്തെ വായിക്കുന്ന ചിന്തകന്മാരുണ്ട്. വിൽ ടു പവർ എന്ന ആശയവും ബ്രഹ്മയുഗവുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് നോക്കാം. ബ്രഹ്മയുഗത്തിലെ ഓരോ കഥാപാത്രങ്ങളെയും നയിക്കുന്ന ഫോഴ്സ് അധികാരം തന്നെയാണ്. അതായത് ഓരോ കഥാപാത്രങ്ങളും ജീവിച്ചിരിക്കാൻ ഒരു കാരണമുണ്ട് സിനിമയിൽ, അത് അധികാരമാണ്. ഒരു മനുഷ്യന് ജീവിക്കണം എന്ന ആഗ്രഹം ഉണ്ടാകണമെങ്കിൽ അവന് അധികാരത്തോടുള്ള ഇച്ഛ ഉണ്ടാകണമെന്നാണ് നീഷെ പറയുന്നത്. അതായത് ഒരാൾ ജീവിച്ചിരിക്കുന്നു എന്നതിനർത്ഥം അയാൾക്ക് അധികാരത്തോടുള്ള ആഗ്രഹം ഉണ്ടെന്നുള്ളതാണ്. കൊടുമൺ പോറ്റിയായാലും ചാത്തനായാലും പാചകക്കാരനായാലും ആഗ്രഹിക്കുന്നത് അധികാരത്തിന് വേണ്ടി തന്നെയാണ്. എന്നെങ്കിലും ചാത്തനുമേലുള്ള അധികാരം തനിക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പാചകക്കാരൻ ജീവിക്കുന്നത്. തനിക്കുള്ള അധികാരത്തിന്റെ ലഹരിയിലാണ് ചാത്തൻ ജീവിക്കുന്നത്. അധികാരത്തിന്റെയും അടിച്ചമർത്തലിന്റെയും സൈക്കിളാണ് സിനിമയുടെ ആകെ തുക. ചുടലൻ പോറ്റി ആദ്യം ചാത്തനെ അടിമയാക്കുന്നു. ഇതിന് പ്രതികാരമായി ചാത്തൻ ചുടലൻ പോറ്റിയുടെ കുലം തന്നെ മുടിക്കുന്നു. ശേഷം ചാത്തൻ അധികാരം കൈയാളുന്നു. മനയിലേക്കെത്തുന്ന എല്ലാവരെയും അടിമകളാക്കുന്നു. അവരുടെ സാന്നിധ്യം മടുത്തു തുടങ്ങുമ്പോൾ അവരെ കൊല്ലുന്നു. സിനിമയ്ക്ക് അവസാനം പാചകക്കാരൻ ചാത്തനെ അടിമയാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ചാത്തൻ രക്ഷപ്പെടുന്നു. പാചകക്കാരൻ പോർച്ചുഗീസുകാരാൽ കൊല്ലപ്പെടുന്നു. അവരും അധികാരം പിടിച്ചെടുക്കാനും മറ്റുള്ളവരെ ഭരിക്കാനുമാണ് ഇവിടെ എത്തിയത്. ഇങ്ങനെ അധികാരത്തെയും അടിച്ചമർത്തലിനെയും കുറിച്ചാണ് സിനിമ പറയുന്നത്. അധികാരവും അടിച്ചമർത്തലും ഒരു സൈക്കിൾ പ്രോസസ്സായാണ് സിനിമ കാണുന്നത്. അതുകൊണ്ടാണ് തേവൻ പറയുന്നത് അധികാരം ആരുടെ കയ്യിലിരുന്നാലും അത് ദുഷിച്ചു പോകുമെന്ന്. അടിച്ചമർത്തലിൻ്റെയും അധികാരത്തിൻ്റെയും സാമൂഹിക സ്ഥാപനമായ ജാതിയെയും അതിൻ്റെ ശ്രേണീകരണത്തെയും സിനിമ ചർച്ചയ്ക്ക് വെക്കുന്നുണ്ട്. ഒരു സാധാരണ ഹൊറർ ചിത്രത്തിനപ്പുറം പ്രേക്ഷകന്റെ ചിന്തയെ കൊണ്ടുപോകുന്ന സിനിമയാണ് ബ്രഹ്മയുഗം. അതിലെ ഏറ്റവും വലിയ ഭയം നിഹിലിസം തന്നെയാണ്, അഥവാ ജീവിതത്തിൻ്റെ അർത്ഥശൂന്യതയാണ്. രാഹുലിൻ്റെ രണ്ടാമത്തെ സിനിമയായ ഭൂതകാലവും ഈ ഒരു ആശയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. നിരർത്ഥകത തന്നെയാണ് അതിലെ കഥാപാത്രത്തെയും വേട്ടയാടുന്നത്. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്താണ് ഈ വീഡിയോയെക്കുറിച്ചും ബ്രഹ്മയുഗം എന്ന സിനിമയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോസും കണ്ടു നോക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.